നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരനെ തൊഴിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന പിതാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുവാനും തെളിവെടുപ്പിനുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ചൊവ്വാഴ്ച കോടതിയിൽ ഇതിനുള്ള അപേക്ഷ നൽകും. കാഞ്ഞിരംകുളം ചാണി തവ്വാവിളകം ഷിജിൽ ഭവനിൽ 44-കാരനായ ഷിജിലാണ് ഒരു വയസ്സ് പ്രായമുള്ള മകനെ അടിവയറ്റിൽ കൈമുട്ടുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയത്. 16-ാം തീയതി പുലർച്ചെ 2 മണിയോടെയാണ് ഇടിച്ചതെങ്കിലും രാത്രി 9:30-യോടെയാണ് വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ ഇഹാനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഇഹാൻ മരിച്ചിരുന്നു. സംഭവത്തിൽ ഇഹാനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജനാണ് അടിവയറ്റിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയത്. ശനിയാഴ്ച രാത്രിയോടെ ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും 18 ഉച്ചയോടെയാണ് വിട്ടയച്ചത്. തുടർന്നാണ് ഇഹാനെ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജന്റെ അഭിപ്രായം തേടിയതിനു ശേഷം 23-ന് രാത്രിയിൽ ഷിജിലിനെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീധനം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ് ഷിജിലും കുടുംബവും കൃഷ്ണപ്രിയയെ ഉപദ്രവിച്ചിരുന്നു. കൃഷ്ണപ്രിയ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയെ കാണാനും അനുവദിച്ചില്ല. സഹോദരിയും ഭർത്താവും കാഞ്ഞിരകുളത്തെ വീട്ടിലെത്തിയെങ്കിലും ഇവരെ അകത്ത് കയറ്റിയില്ല. തർക്കത്തിന് ശേഷമാണ് കൃഷ്ണപ്രിയയെ വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചത്. തുടർന്ന് ഷിജിലിന്റെ അമ്മ കൃഷ്ണപ്രിയയുടെ സഹോദരിക്കും സഹോദരി ഭർത്താവിനുമെതിരെ വീട്ടിൽ ആക്രമിച്ചു കയറിയെന്ന് കാണിച്ച് പൂവാർ പോലീസിൽ കേസ് കൊടുത്തു. ഈ സംഭവത്തിന് ശേഷം കൃഷ്ണപ്രിയ തിരികെ ഷിജിലിന്റെ കാഞ്ഞിരകുളത്തെ വീട്ടിൽ പോയിട്ടില്ല. പ്രസവശേഷം അപൂർവമായി മാത്രം ഷിജിൽ ഫോണിലൂടെ സംസാരിച്ചിരുന്നു. വിളിക്കുമ്പോഴൊക്കെ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നുവെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൃഷ്ണപ്രിയയുടെ അമ്മ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മാറനല്ലൂർ സ്റ്റേഷനിൽ അമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് ഷിജിൽ കവാളുകുളം ഐക്കരവിള വീട്ടിലേക്ക് കൃഷ്ണപ്രിയയും ഇഹാനുമായി താമസം മാറിയത്. ഇഹാന്റെ പിതൃത്വത്തിൽ സംശയമെന്നത് ഷിജിലിന്റെ തന്ത്രമാകാമെന്നാണ് പോലീസ് കരുതുന്നത്. മറ്റു സ്ത്രീകളുമായി ബന്ധമുള്ള ഷിജിൽ കൃഷ്ണപ്രിയയെ ഒഴിവാക്കുവാനായി അനാവശ്യ വാദങ്ങൾ ഉന്നയിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഷിജിൽ രതിവൈകൃതമുള്ളയാളാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഷിജിൽ ഒരു കൊടും ക്രിമിനൽ എന്നാണ് പോലീസ് പറയുന്നത്. ശാരീരിക ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും മൊഴിയിലുണ്ട്. സംഭവ ദിവസം ശാരീരിക ബന്ധത്തിനിടെ കുഞ്ഞെണീറ്റു കരഞ്ഞതാണ് ഷിജിലിനെ പ്രകോപിതനാക്കിയത്. ഉടൻ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ആഞ്ഞടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതിഭീകരമായ വേദന കൊണ്ട് പൊളഞ്ഞ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും ഇയാൾ തയ്യാറായില്ല. ഏറെ നേരം അപേക്ഷിച്ച ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ തയ്യാറായതും. എന്നാൽ അതിനു മുൻപ് കുഞ്ഞ് മരിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇയാൾ ഒരു കൊടും ക്രിമിനലാണെന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഇയാൾ നിരവധി സെക്സ് ചാറ്റ് ആപ്പുകളിൽ അംഗമാണെന്നും നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും പറയുന്നു. സെക്സ് ചാറ്റ് നടത്തുവാനായി മാത്രം ഇയാൾ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കുഞ്ഞിനെ നേരത്തെ തന്നെ ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്നും പിതൃത്വം ചൊല്ലിയും ഇയാൾ വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കുഞ്ഞിന്റെ ഒരേ ഒരു ചിത്രം മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതും കുഞ്ഞിന്റെ കൈ ഒടിച്ച ശേഷമുള്ള ഫോട്ടോ. ഒരു സാധാരണക്കാരൻ ചെയ്യാനാകാത്തത്ര ക്രൂരതയാണ് ഷിജിൽ കൃഷ്ണപ്രിയയോടും കുഞ്ഞിനോടും ചെയ്തതെന്ന് കൃഷ്ണപ്രിയയുടെ കുടുംബം പറയുന്നു. ഗർഭം അലസിപ്പിക്കുവാൻ പലതവണ ഇയാൾ ശ്രമിച്ചിരുന്നു. ഷിജിലും അമ്മയും അച്ഛനും സഹോദരിയും പലതവണ കുഞ്ഞിനെയും മകളെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് അമ്മ പ്രഭ പ്രതികരിച്ചത്. ആദ്യ മാസങ്ങളിൽ ഗർഭഛിദ്രം നടത്തുവാൻ ഷിജിൽ കൃഷ്ണപ്രിയയോട് ആവശ്യപ്പെട്ടുവെന്ന് പ്രഭ പറയുന്നു. കൃഷ്ണപ്രിയയെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നാണ് ഷിജിലിന്റെ മാതാപിതാക്കൾ ആവശ്യമുയർത്തുന്നത്. ഒരുപാട് സംശയങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നും പ്രഭ പറയുന്നുണ്ട്. കൃഷ്ണപ്രിയ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ മോശം അനുഭവമാണ് ഭദ്ര വീട്ടുകാർ നിന്നുണ്ടായത്. നല്ല ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ എന്നാണ് ഷിജിലിന്റെ അമ്മയുൾപ്പെടെ പറയാറുണ്ടായിരുന്നത്. ആഘോഷം നടത്തുവാൻ ഷിജിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ കൃഷ്ണപ്രിയ തയ്യാറാകാത്തതുകൊണ്ട് കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെയും ഷിജിലും അച്ഛനും അമ്മയും സഹോദരിയും ചേർന്ന് ഇല്ലാതാക്കിയെന്നാണ് പ്രഭ പറയുന്നത്. അവർ 4 പേരും കൂടി ഓരോ ദിവസമായിട്ട് കുത്തിയാണ് കുഞ്ഞിന്റെ ജീവനെടുത്തത്. ഒടുവിൽ ഷിജിൽ മടിയിലിരുത്തി കുഞ്ഞിന്റെ അടിവയറ്റിൽ കുത്തിയാണ് അവസാന ശ്വാസവും ഇല്ലാതാക്കിയത്. വിവാഹം കഴിച്ച നാൾ മുതൽക്കേ തന്നെ പണത്തിന്റെ പേരിലാണ് കൃഷ്ണപ്രിയ ഉപദ്രവിച്ചത്. അവൾക്കും കുഞ്ഞിനും ചിലവിന് കൊടുക്കുവാൻ പറ്റില്ല എന്നതായിരുന്നു അവരുടെ നിലപാടെന്നുമാണ് പ്രഭ പറയുന്നത്. ഒരാൾക്കും ചെയ്യാനാകാത്ത ക്രൂരതയാണ് ആ കുടുംബം ആ പൈതലിനോട് ചെയ്തതെന്നും കൃഷ്ണപ്രിയയുടെ കുടുംബം പറയുന്നു.